ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നും ഭഗവത്ഗീത വ്യാഖ്യാനം കേട്ട ദിനമാണെന്ന്. ഗീതയിലെ 12-ാം അധ്യായത്തിലെ വരികൾ ചൊല്ലി ഭക്തരെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പിണറായി വിജയൻ വിശദീകരിക്കുന്നു. ഒന്നിനെയും ദ്വേഷിക്കാത്തവരും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയവുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും സഹിക്കുന്നവനും യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങളാകുന്നു. മലപ്പുറത്തെത്തിയാൽ ശ്വാസം മുട്ടുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ വെറുക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക വാഹനത്തിൽ വലതുവശത്തിരുത്തി വന്നിറങ്ങി പിണറായി വിജയൻ ഗീതാ നിർവചനം അന്വർത്ഥമാക്കി. പ്രകോപന പ്രസംഗങ്ങളിലൂടെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ആൾക്കൂട്ടാക്രമണങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന, ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്ന, അവരും നമ്മളും പ്രസംഗങ്ങൾ നടത്തുന്ന UP മുഖ്യമന്ത്രിയുടെ ആശംസ മനോഹരമായ സന്ദേശമെന്ന് കോൾമയിൽ കൊണ്ട മന്ത്രി VN വാസവനും ഗീതാവാക്യങ്ങൾ അന്വർത്ഥമാക്കി. രജിസ്റ്റർ ചെയ്ത 3000 പേർ, ക്ഷണിക്കപ്പെട്ട 500 പേർ, യഥാർത്ഥത്തിൽ എത്ര പേര് എത്തിയിട്ടുണ്ടായിരുന്നു? ശബരിമലയുടെ വികസനത്തിന് ചെലവഴിച്ചതും ചെലവഴിക്കാനുമുള്ള കോടികളുടെ കണക്കും സംഗമത്തിനെതിരായ ദുഷ്ടലാക്ക് പരാജയപ്പെട്ടതിനെക്കുറിച്ചും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വാചാലനായി. ആരാണ് യഥാർത്ഥ ഭക്തരെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം ബദൽ സംഗമം ആഹ്വാനം ചെയ്ത സംഘപരിവാറിനോടാണോ അതോ 2018-ൽ മല കയറിയ വനിതകളോടാണോ? പുത്തരിക്കണ്ടം മൈതാനത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി 4 വോട്ടിന് നിലപാട് മാറ്റില്ല എന്ന പിണറായിയുടെ പ്രസംഗം ഇനി ചരിത്രമാണ്. നവോത്ഥാന സദസ്സിൽ നിന്നും ആചാര സംരക്ഷകരുടെ റോളിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എത്തുമ്പോൾ നടന്നത് മതാതീത സംഗമമോ എന്നാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP പ്രതിനിധി P ശ്യാംരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണ്. അത് ഞാൻ KT കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ ശബരിമല സംഗമം വലിയ വിജയമായി എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പരാജയപ്പെട്ടു, കാലിയായ കസേരകൾ 3000 പേരെ വിളിച്ചിട്ട് 600 ചില്ലാനും പേര് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പ്രതിപക്ഷവും പറയുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒന്നാമത്തെ പ്രശ്നം, ശബരിമല അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ അതിനെതിരായിട്ട് അതിനീചമായ രീതിയിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയിരുന്നു. കാരണം ശബരിമലയെ ഒരു സുവർണാവസരമാക്കി വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ അജണ്ട RSSൻ്റെ അജണ്ടയിൽ നിന്ന് കേരളത്തിൽ പയറ്റിയവരാണ് UDFകാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ശബരിമല പോലെ വിശ്വോത്തരമായ കേരളത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രം അർഹിക്കുന്ന തരത്തിൽ അതിനെ വിപുലപ്പെടുത്താൻ ആഗോളതലത്തിലുള്ള തീർത്ഥാടകർക്ക് ആ ശബരിമലയിൽ വന്ന് സുഗമമായി വളരെ സമാശ്വാസകരമായി തീർത്ഥാടനം നടത്തി തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അതിനുവേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ധാരണകൾ ഉണ്ടാക്കാനും അതിനാവശ്യമായിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള സഹായം, മൂലധന നിക്ഷേപ സഹായം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സഹായവും കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി എന്ന നിലക്കാണ് 2018-ൽ പമ്പയിൽ നടന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചത്. ആ സംഗമം സ്മൃതിക്കറിയില്ലേ, 4126 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ 5000 കസേരകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കസേര എൻ്റെ കയ്യിൽ എത്രയോ ഫോട്ടോ ഉണ്ട് അവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയത്. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ അവിടെ 626 പേരെ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടർ രജിസ്റ്റർ ചെയ്ത കടലാസ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രതിനിധികൾ അവിടെ 626 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ 4126 രജിസ്റ്റർ ചെയ്തു. 5000-ഓളം ആളുകൾ അവിടെയുണ്ട്. രജിസ്റ്റർ ചെയ്ത 4126-ന് പുറത്ത് ക്ഷേത്രം ജീവനക്കാരുൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടക പ്രവർത്തനം നടത്തുന്ന ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കസേരകൾ തിങ്ങി നിറഞ്ഞ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ഇവൻറ്റുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലൊരു ആക്ഷേപം നടത്തി അതിനെ തകർക്കാൻ നോക്കേണ്ട. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം, സ്മൃതി ഈ ഇൻട്രോയിലൊക്കെ പറഞ്ഞ വളരെ കാര്യങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം അസ്പഷ്ടമായ ധാരണകളിൽ നിന്ന് ഒരാൾക്ക് സംസാരിക്കാമോ, ആ സംസാരം എത്രത്തോളം സർക്കാരിൻ്റെ വളരെ സദുദ്ദേശത്തോടുകൂടിയുള്ള സംരംഭത്തെ ആക്ഷേപിക്കാനുള്ള അവസരമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്കുലർ രാഷ്ട്രമാണ്.
നമ്മുടെ സെക്കുലറിസത്തെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ സെക്കുലറിസം എന്ന ആശയത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ച ആൾ സോമനാഥ് ലാഹിരിയാണ്. സ്മൃതിക്ക് അത് അറിയാമല്ലോ, ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ. സോമനാഥ് ലാഹിരിയെ പോലുള്ള ആളുകൾ സെക്കുലറിസത്തെ കണ്ടതെങ്ങനെയാണ്? ഇന്ത്യ വൈവിധ്യങ്ങളുള്ള, വ്യത്യസ്ത വിശ്വാസധാരകളുള്ള, അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെയുള്ളൊരു സമൂഹമാണ്. ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും അതനുസരിച്ചിട്ടുള്ള മത ധാരണകളും ഒക്കെയുള്ള ഒരു സമൂഹത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹജ്ജിന് പോകുന്നവർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ കരിപ്പൂരിൽ വലിയ ഹജ്ജ് ഹൗസൊക്കെ ഇടതുപക്ഷം ഉണ്ടാക്കിയില്ലേ? സഖാവ് പാലോളി ഇവിടുത്തെ ന്യൂനപക്ഷ മന്ത്രിയായിരിക്കുന്ന സമയത്തല്ല അത് ചെയ്തത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയല്ലേ? അതൊക്കെ ന്യൂനപക്ഷ പ്രീണനമായിട്ട് ഇവിടെ സംഘപരിവാർ ആക്ഷേപിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ശബരിമല. വിശ്വോത്തരമായൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്നത്തെ വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശബരിമല എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ മതാതീതമായ ഒരു ആത്മീയതയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഗീത വ്യാഖ്യാനമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയത്. മുഖ്യമന്ത്രി ഗീതയിൽ എങ്ങനെയാണ്, ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് യഥാർത്ഥ ഭക്തരെ നിർവഹിച്ചിരിക്കുന്നത്? അപ്പോൾ ചരിത്രത്തിൽ നിന്ന്, ഇതിഹാസ കൃതികളിൽ നിന്ന്, ഇതിഹാസവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഇന്നത്തെ സമൂഹത്തോട് സംസാരിക്കേണ്ടത്? അതിലെ തെറ്റായ വശങ്ങളോട് ചാതുർവർണ്ണ്യമായാസൃഷ്ടം എന്ന് പറയുന്ന, ശൂദ്രരും സ്ത്രീകളുമൊക്കെ നീചജന്മങ്ങളാണെന്ന് പറയുന്ന ഗീതയിലെ ഭാഗങ്ങൾ എതിർക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഡോക്ടർ ഡി കൊസാംബി ഉൾപ്പെടെയുള്ള ആളുകൾ ഭഗവത്ഗീതയുടെ സാമൂഹ്യ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് അതൊക്കെ കൃത്യമായ നിശിതമായ രീതിയിൽ തന്നെ അപഗ്രഥനം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അപഗ്രഥനം ചെയ്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ഗീത മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ഭക്തരാരാണ്? വിദ്വേഷം പടർത്തുന്നവരാണോ? മറ്റുള്ളവരെ വെറുക്കുന്നവരാണോ? എല്ലാവരുടെയും സുഖങ്ങൾ കാണുന്നവരല്ലേ? ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്തരെ സംബന്ധിച്ച ഒരു ശബരിമല അയ്യപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു ദർശനത്തെ തന്നെ അവതരിപ്പിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ചെയ്തത്. അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭക്തി, വിശ്വാസം, ദൈവാരാധന ഇതെല്ലാം തന്നെ എന്താണ്? അപരത്വ നിർമ്മിതിക്കെതിരായിട്ടുള്ള ശരി, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയെന്നുള്ള ചോദ്യമാണല്ലോ നിങ്ങൾക്ക് നേരെ വരുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇടത് സർക്കാർ സംഘടിപ്പിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിടുമ്പോൾ ഇതേ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ നേരത്തെ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റില്ല എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ കൈയടിച്ചവരിൽ ഒരുപാട് സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നിലപാട് മാറ്റിയോ? ആ നിലപാട് ഞങ്ങൾ തിരുത്തുകയാണ് എന്ന സന്ദേശമാണോ ഈ പരിപാടി നടത്തുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെയുണ്ട് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നും ഗീതാവാക്യങ്ങൾ വരുമ്പോൾ അങ്ങിപ്പോൾ സെക്യുലറിസത്തെക്കുറിച്ച് വാചാലനായല്ലോ. സെക്യുലറിസം എന്ന് പറയുമ്പോൾ സെക്യുലറിസത്തെ എതിർക്കുന്ന, വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന, വർഗീയ പ്രസംഗങ്ങളിലൂടെ വർഗീയ ലഹളകൾക്ക് ആഹ്വാനം നൽകിയ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ക്ഷണിക്കുന്നു. ആ മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റാത്തതിൽ അദ്ദേഹം അവിടെ സന്ദേശം അയക്കുന്നു. ആ സന്ദേശം ഒരു മനോഹരമായ സന്ദേശമാണ് എന്ന് മന്ത്രി വി എൻ വാസവൻ വായിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു നിലപാടെന്താണ് എന്നൊരു സന്ദേഹമുണ്ട്. അതിന് വ്യക്തമായ മറുപടിയുണ്ടോ? അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പരിപാടിയിൽ ഉണ്ടാകും. അതുവരെയും സമ്മതിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ മുഖ്യമന്ത്രിയുടെ വലതുവശത്തിരുത്തി ഒരുമിച്ച് വന്നിറങ്ങുന്നത് ആർക്ക് ഉള്ള സന്ദേശമാണ്? സ്മൃതി, സെക്കുലറിസത്തെയും നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുണ്ടാവേണ്ട മൈത്രി ബന്ധത്തെയും സംബന്ധിച്ച ഉറച്ച കാഴ്ചപ്പാടുകളാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ആ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷം ഭരണഘടനയുടെ തുല്യനീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സുപ്രീം കോടതി വിധിയിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ആ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച ഉടനെ തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന നിലക്ക് സുപ്രീം കോടതി വിധിയനുസരിച്ച് ക്ഷേത്രപ്രവേശനത്തിന് ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുത്തു. പക്ഷേ സ്മൃതിക്കറിയാത്ത കാര്യമല്ലാലോ, ഇവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആർത്തവ ലഹളകൾ ഉണ്ടാക്കി.
വലിയ കുഴപ്പങ്ങളുണ്ടാക്കി, അതിനെ സുവർണാവസരമാക്കി ഇടതുപക്ഷത്തെ തകർക്കാനും ഹിന്ദുത്വ ധ്രുവീകരണം നടത്താനുമുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ ആ ശ്രമങ്ങളുടെയൊക്കെ തന്നെ ചരിത്രഗതിയിൽ എന്താ സംഭവിച്ചത്? സുപ്രീം കോടതി തന്നെ ആ വിധി പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ആ ഒരു അധ്യായം ഓപ്പൺ ചെയ്യേണ്ടതല്ല. അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ എന്താണ് ശബരിമലയുടെ അല്ല ആ ഉത്തരവ് സുപ്രീം കോടതിയുടെ വിവിധ ബെഞ്ചുകളിൽ പലതരം കേസുകളായി നിൽക്കുകയാണ്. അത്തരം വ്യവഹാരങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം ശബരിമലയുടെ തീർത്ഥാടകരായ എത്തുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെ ശബരിമല തീർത്ഥാടന ഒരു ആഗോള തീർത്ഥാടനത്തിൻ്റെ ഭാഗമാക്കാൻ, അങ്ങനെ നമ്മൾ തിരുപ്പതി ക്ഷേത്രം പോലെയും മധുരക്ഷേത്രം പോലെയൊക്കെ തന്നെ ശബരിമല ക്ഷേത്രത്തെ വികസിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സ്ത്രീ പ്രവേശനം ആ നിലപാടിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറിയോ? ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം വിശ്വാസി സമൂഹത്തെ കൂടി ഉൾക്കൊള്ളുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. സ്ത്രീ പ്രവേശ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമില്ല, അതേ നിലപാട് ഞങ്ങൾ തുടരുന്നു എന്ന് പറയുന്നുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറി അത് വളരെ കൃത്യമായി വ്യക്തമാക്കിയല്ലേ. ഭരണഘടനയുടെ തുല്യനീതിയുടെ അടിസ്ഥാനത്തിൽ ആ ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അതനുസരിക്കാൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ സമൂഹത്തിനകത്ത് ഈ ഭരണഘടനക്കകത്ത് ജീവിക്കുന്ന ഞാനും സ്മൃതിയുമൊക്കെ ബാധ്യസ്ഥമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ആ ആർട്ടിക്കിൾ 14 വിധേയമാണ് രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഏർപ്പാടുകളും. ഏത് വ്യവഹാരവും, അത് വിശ്വാസവും ആരാധനയൊക്കെയായി ബന്ധപ്പെട്ട ഏത് മനുഷ്യ വ്യവഹാരങ്ങളാകട്ടെ ആ വ്യവഹാരങ്ങളൊക്കെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് സുപ്രീമായ അഭിപ്രായം പറയേണ്ട ഒരു കോടതി ഒരു നിലപാട് പറഞ്ഞാൽ അത് ചരിത്രവിധിയാണെന്ന് AICCക്ക് ഒരു ട്വീറ്റ് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതല്ല. എനിക്കോ സ്മൃതിക്കോ അത് ചരിത്രവിധിയാണെന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല. ആ വിധി നടപ്പാക്കേണ്ട ഒരു സാഹചര്യം സുപ്രീം കോടതിയാണ് നമ്മളോട് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ആ കേസ് കൊണ്ടുപോയത് ആരാണ്? സുപ്രീം കോടതിയിൽ ഈ കേസ് കൊണ്ടുപോയ ഇടതുപക്ഷമാണോ CPM ആണോ? ആ കേസ് കൊണ്ടുപോയത് BJPയുമായി ബന്ധപ്പെട്ട വനിതാ അഭിഭാഷക സംഘമാണ്. അങ്ങനെ ഒരു വിധി വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ നോക്കി. ഇപ്പം നമ്മുടെ വിഷയം അതല്ല. ഇപ്പൊ ശബരിമലയുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട, അവിടുത്തെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട, അതിനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട അതിന്റെ വികസന പ്രശ്നങ്ങളാണ്. ഈ മാസ്റ്റർ പ്ലാനാണ് പ്രധാനമായിട്ടും. ശരി, അതിൽ ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി കൂടി അങ്ങ് പറഞ്ഞാൽ അടുത്ത അതിഥികളിലേക്ക് പോകാം. എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ ഇരുത്തി കൊണ്ടുവന്നു? ഒന്ന്. രണ്ടാമത്തത്, എന്തിനാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത്? യോഗി ആദിത്യനാഥ് അല്ല, ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കത്തയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് യോഗി ആദിത്യനാഥിനും കത്തയച്ചിട്ടുണ്ട്. പല മുഖ്യമന്ത്രിമാരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റ് മുഖ്യമന്ത്രിമാരുടെ സന്ദേശമൊന്നും വരാൻ പറ്റാത്തവരുടെ സന്ദേശമൊന്നും നമ്മൾ വായിച്ചു കണ്ടില്ല. അല്ല, അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. വന്ന സന്ദേശമായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. മനോഹരമായ സന്ദേശം എന്നാണ് എല്ലാവർക്കും വിശേഷണം. നേരത്തെ തന്നെ ആ സന്ദേശത്തെ ഒരു മുഖ്യമന്ത്രിയുടെ UP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ്. അല്ലാതെ തലവൻ എന്ന നിലക്കല്ല. 40 വട്ടം എന്ത് വിഷയം വരുമ്പോഴും BJPക്കെതിരായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഉടനെ UP എന്ന് ചൂണ്ടിക്കാണിക്കരുത് ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ. നിങ്ങൾ ആദരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ മനോഹരമായ സന്ദേശം വായിച്ചു അദ്ദേഹത്തിന്റെ. സ്മൃതിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു യുക്തിയല്ല ഞങ്ങൾക്കുള്ളത്. ശരി, നിങ്ങളുടെ യുക്തിയാണ് ഞാൻ അങ്ങയോട് വിശദമായി ചോദിച്ചത്. നിങ്ങളുടെ യുക്തി ബോധ്യമാകാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് യുക്തിയാണോ എന്നുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുപ്പ് യുക്തിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണ്. ശരി, അല്ല, UP മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ആയിക്കോട്ടെ, അദ്ദേഹത്തെ നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വല്ലപ്പോഴെങ്കിലും വിമർശിക്കാറുണ്ടല്ലോ. ശ്രീകുമാർ, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതൊന്നും അറിയാത്ത എന്താണ് വളരെ ബാലിശമായ രീതിയിലുള്ള ചർച്ചയാണോ നമ്മൾ നടത്തുന്നത്? ശരി, ബാലിശമാണെന്ന് അങ്ങേക്ക് തോന്നുന്നതാണ്. ചോദ്യങ്ങളാണ് ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ. അസഹിഷ്ണുത കാണിക്കാതെ. അത് അങ്ങയുടെ അഭിപ്രായം. ശ്രീ എൻ ശ്രീകുമാർ,
ഈ സംഗമം, ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ ദീർഘമായ പ്രസംഗത്തിൽ ഇതിനെതിരെ ദുഷ്ടലാക്കോടെ പ്രവർത്തിച്ചവരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുകൂടാതെ എത്ര കോടിയുടെ പദ്ധതിയാണ്, എത്ര കോടിയുടെ പരിപാടികൾ ഇതിനകം വിജയിച്ച് ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്നു, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനിരിക്കുന്നു. അത് കേവലം ഈ വർഷത്തെ പദ്ധതിയല്ല, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ പദ്ധതിയുടെ ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. ശബരിമല എന്ന് പറയുന്നത് എല്ലാവരും ആഗോള തലത്തിൽ തന്നെ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കാണത് ആഗോള അയ്യപ്പ സംഘമായി മാറുന്നത്. വലിയ വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷം അത് പരാജയപ്പെട്ട സംഘം എന്ന് പറയുന്നു? നോക്കൂ ശ്രീമതി സ്മൃതി, പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അവരുടെ അഭിപ്രായമായിട്ട് വേണേൽ കണക്കാക്കിക്കോളൂ. പക്ഷേ ഇന്ന് രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടന്ന സമ്മേളനത്തിൻ്റെ പരിണിത ഫലം എന്താണെന്നും എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം ഈ രീതിയിൽ പരാജയപ്പെട്ടതെന്നുമൊക്കെ CPM അടുത്ത് തന്നെ യോഗം ചേർന്ന് തീരുമാനിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇന്ന് തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പമ്പയിൽ വെച്ച് പറഞ്ഞത് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അടഞ്ഞ അധ്യായമെന്നാണ്. ഒരാഴ്ച മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇതൊരടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു അടഞ്ഞ അധ്യായമാണെന്ന്? ഇത് കഴിഞ്ഞ അധ്യായമാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തിരുത്തി. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും മുൻ ദേവസ്വം മന്ത്രി പറഞ്ഞതും അവിടെ 2 അഭിപ്രായം. മറ്റൊന്ന്, ഇന്ന് ശബരിമലയിൽ വികസനത്തിന് വേണ്ടിയാണ് ഈ സംഗമം നടത്തിയത്. 4000-ലധികം പേര് രജിസ്റ്റർ ചെയ്തു. 625 പേരെന്ന് കൃത്യമായിട്ട് എല്ലാ ചാനലുകളും പറഞ്ഞു പങ്കെടുത്തു. 3500 പേരെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 3000 പേർക്ക് വേണ്ടി ഒരുക്കിയ എല്ലാം പാഴായി. വലിയ ഭീമമായ നഷ്ടം സംഭവിച്ചു ഗവൺമെൻറ്റിന്. അങ്ങനെയാണെങ്കിൽ 5000 പേർക്ക് സദ്യ ഒരുക്കിയെന്നാണ് രാവിലെ അവിടെ പ്രസ്താവിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ്. ഇവിടെ CPMന് 3 കാര്യങ്ങളിൽ പരാജയമുണ്ട്. ഒന്ന്, അവർ പ്രത്യയശാസ്ത്രം അവർ AKG സെൻറ്ററിൽ വെച്ചിട്ടാണ് പമ്പയിലേക്ക് വന്നത്. 2, ഇന്ന് പമ്പയിൽ നടന്ന വേദി നിങ്ങൾ നോക്കൂ. അയ്യപ്പ സ്തോത്രം എന്ന് വെച്ചാൽ ഉടുക്കുപാട്ട്, അതിനുശേഷം പ്രാർത്ഥനാഗീതം. ഒരു പ്രാർത്ഥനാഗീതം ഒരിക്കൽ ചൊല്ലിയപ്പോഴാണ് നമുക്ക് പ്രാർത്ഥനാഗീതം കേരളത്തിൻ്റെ ഒരു പൊതു സ്വാഗതഗാനമാക്കി മാറ്റണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു തന്ത്രി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷമായിട്ട് ആ തന്ത്രി ശബരിമലയിൽ വന്നിട്ടില്ല എന്നാണ് ചാനൽ ലേഖകർ പറഞ്ഞത്. ആ തന്ത്രിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അധിക്ഷേപം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ആ തന്ത്രി അവിടെ വന്ന് വിളക്ക് കൊളുത്തി. അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം കണ്ടു. അവിടെ CPMൻ്റെ മന്ത്രിമാർ നെറ്റിയിൽ ചന്ദനം തൊട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ദേവസ്വം പ്രസിഡൻറ്റ് പഴയ കോൺഗ്രസ്സുകാരനായ പ്രശാന്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചപ്പോൾ നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിന് പകരം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സ്വാമിയെ ശരണയ്യപ്പ വിളിച്ചു. ഇതൊക്കെ ഒരു പരിഹാസമോ തമാശയോ എന്താണ് നമ്മൾ ആ വേദിയിൽ കണ്ടത്? അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഭഗവത്ഗീത, രാമായണവുമായി ബന്ധപ്പെട്ട ഒരു വേദി, ശബരിയുമായി ബന്ധപ്പെട്ട ഒരു വേദി, തത്വമസി വേറൊരു വേദി, എല്ലാം ഹൈന്ദവ നാമങ്ങളിൽ അധിഷ്ഠിതം. അതിനുശേഷം അദ്ദേഹം പ്രസംഗിച്ചത് ഗീതയുടെ അതെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വക എല്ലാ ഭക്തിരസ പ്രധാനമായ സംഭവങ്ങളും വിളക്കുകൊളുത്തലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമാനത്താവളം കൊണ്ടുവരും. ഈ വിഷയം, അതായത് ഏകപക്ഷീയമായി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും നടപ്പാക്കേണ്ടതല്ല, അത് ഭക്തജനങ്ങൾ കൂടി ചേർന്ന് പരിഹരിക്കേണ്ടതാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതേ വേദിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഭക്തരുടെ ആവശ്യപ്രകാരം ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. എന്നിട്ട് ഇതിൽ 18 പേരെ തെരഞ്ഞെടുത്തു എന്നാണ് ഇന്ന് അവസാനം കിട്ടിയ വാർത്തയാണ് കേട്ടോ. ഔദ്യോഗികമായിട്ട് എനിക്കറിയില്ല. 18 ശ്രീകുമാർ, ഞാനും ആ പ്രസംഗം മുഴുവൻ കേട്ടതാണ്. ഭക്തരിൽ നിന്ന് അഭിപ്രായം തേടുന്നു. അതായത് ഞങ്ങൾ ഏകപക്ഷീയമായ വികസന പരിപാടികൾ നടപ്പാക്കുകയല്ല, നിങ്ങളിൽ നിന്ന് കൂടി അഭിപ്രായം തേടിയ ശേഷം എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു വിഷയമാണ്. ഇവിടെ ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ കട്ടെടുക്കുന്നു എന്ന് പറയുന്നതിനെയാണ് വിമർശിച്ചുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തുന്നത്.
അതിൽ കാലാകാലങ്ങളിലുള്ള UDF സർക്കാരുകൾക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അല്ല നോക്കൂ, നിങ്ങളെ എങ്ങനെ പറഞ്ഞാലും ശരി, അതൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം. പക്ഷേ അയ്യപ്പ സംഗമം എന്നുള്ള ആ ഒരു ഉദ്യമം അവർ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞത് ശബരിമല വികസനമാണ്. സ്മൃതി മറക്കരുത്. ശബരിമലയിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് കാലത്തിനനുസരിച്ച് മാറണം. തീർത്ഥാടക പ്രവാഹം ഈ വർഷം ഉണ്ടായതല്ല, മനസ്സിലാക്കണം. എത്രയോ വർഷങ്ങളായിട്ട് തീർത്ഥാടക പ്രവാഹമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ അല്ലേ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉദയം മുതൽ അസ്തമനം വരെ നടന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഇന്നലെ വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിവെക്കുക, കാരണം ഇന്ന് ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഭക്തരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ശരി, 18 പേരെ അത് സംബന്ധിച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവർ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ശരി, അവിടെ 2-3 സെഷനുകൾ നടന്നു. എത്ര മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞില്ല, എന്തായാലും 5 മണിക്ക് അവസാനിച്ചുള്ള സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന ആ വേദിയിലത്തെ കാര്യങ്ങൾ, വേദിയിൽ വരുമ്പോൾ നമ്മുടെ തമിഴ്നാട് മന്ത്രി അവർ പിണങ്ങിയത് കേട്ടു. എനിക്കറിയില്ല പിണങ്ങിയത് എന്തിനാണെന്ന്, അതൊക്കെ ചാനലുകൾ പറഞ്ഞാണ്. അതൊക്കെ ഞാൻ വിട്ടുകളയാണ്. ഒരു അയ്യപ്പ വിഗ്രഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത് അദ്ദേഹം അത് ഭക്തിപരമായി സ്വീകരിച്ചു. ഇനിയും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയനെ അയ്യപ്പ ഭക്തനാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന CPM അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, ഇത് നമുക്കറിയണം. ഒന്ന്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം ഞാനൊരു ഭക്തനാണെന്ന്, അല്ലെ ഒരു ഭക്തനല്ലെന്ന് പറയാം. വെള്ളാപ്പള്ളി പറഞ്ഞു മുഖ്യമന്ത്രി ഭക്തനാണ്, അദ്ദേഹം തൃപ്തിയോടെ അയ്യപ്പൻ്റെ വിഗ്രഹം സ്വീകരിച്ച് മടങ്ങി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുവന്നതിൻ്റെ സ്മൃതി പറഞ്ഞു. ആയിക്കോട്ടെ, NSSൻ്റെ വൈസ് പ്രസിഡന്റ് അപ്പുറത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാറിൽ കയറ്റി എന്തായാലും കൊണ്ടുവന്നില്ല, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നത്. ശിവഗിരി തീർത്ഥാടന കാലത്ത് മുഖ്യമന്ത്രി AK ആന്റണിയുടെ മറ്റേ വിശദീകരണത്തിന് ശേഷമുള്ള പ്രഹരത്തിൻ്റെ ശേഷി ഈ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും, അറിയില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി അതൊക്കെ കൂടാതെ ഈ അയ്യപ്പ സംഗമത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഏതാണ്ട് പകുതിയും മുക്കാലും ചെലവഴിച്ചത് സ്തോത്രങ്ങളും ഗീതയും ഒക്കെ ഉരുവിടാനാണ്. ഭക്തരാണെന്ന് ആരാണെന്ന് മനസ്സിലാക്കാനല്ല ഗവൺമെൻറ് അയ്യപ്പ സംഗമം നടത്തിയത്. ലോകോത്തരമായ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം വിദേശ പ്രതിനിധി വിദേശീയരാണോ വിദേശത്തുള്ള മലയാളികളാണോ എന്ന് വ്യക്തമാക്കാത്തതുകൊണ്ട് വിദേശീയരാണെന്നൊക്കെ പറയാനും പറ്റില്ല. എന്തായാലും 623 പേര് പങ്കെടുത്തെന്നാണ് 2-3 ചാനലുകൾ പറഞ്ഞത്. ഈ 623 പേരുടെ അഭിപ്രായം എന്തായാലും അവിടെ കേട്ടല്ലോ. അതിൽ തന്നെ ഒരു ചാനൽ ഒരു ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ അതിലെ ഒരു സർക്കാരിൻ്റെ ഒരു ഇതിട്ടൊരാൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒഴിഞ്ഞ കസേര ബാക്കിലത്തെ എടുത്ത് കാണിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ ഈ വന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ, ഇവരൊക്കെ ഏത് ഗണത്തിലാണ് അവർ പെടുത്തിരിക്കുന്നത്? ഈ 600 പെടുവോ? അതോ 600 അപ്പുറത്താണോ? 4000 രജിസ്റ്റർ ചെയ്തത്. ഇവിടെ കുഞ്ഞിക്കണ്ണൻ എത്ര പേർ വന്നു എന്ന് പറഞ്ഞില്ല കേട്ടോ, വളരെ സൂത്രത്രയെ കാണിച്ചു. അവിടെ നിൽക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ വിഷയമൊക്കെ ഇവിടെ നടന്നിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയും ചെയ്തു. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ എന്താ വേണ്ടത്? ഒരു പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം എല്ലാ പ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കാൻ അവിടെ ഇരിക്കും. എന്തുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ ഓരോരുത്തരും പറയുന്ന അഭിപ്രായം കേൾക്കാൻ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവിടെ ഇരുന്നില്ല? അതൊരു ചോദ്യമല്ലേ? മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ അതിൻ്റെ ഒരു കുത്തും കൊടുത്തു. എന്താണത്? എൻ്റെ കാലത്തൊരു പമ്പാ സംഗമം നടത്തിയിരുന്നു. 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ വന്നിരുന്നു. അന്ന് വളരെ ഭംഗിയായി നടന്ന ഒരു വിവാദം ഉണ്ടായില്ല എന്നും കടകംപള്ളി പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് അവിടെ വ്യക്തമാക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഈ വികസന കാര്യങ്ങൾക്ക് പകരം അദ്ദേഹം ഭക്തന്മാരാരാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിയാണ് മുഖ്യമന്ത്രി ഭക്തനാണെന്ന് പറഞ്ഞത്. CPMൻ്റെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ AKG സെൻറ്ററിലും വെച്ചു. അപ്പം നാളെ ഈ CPM നാളെ എന്താണ് പറയുക ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരും? അവരുടെ നയം മാറ്റിയോ? അവരെ ഈ ഇന്നത്തെ ആ ഭക്തി സംഗമ വേളയാണ് കൈയുയർത്തിയാണ് ശരണമയ്യപ്പ വിളിച്ചതെങ്കിലും ശരണമയ്യപ്പ വിളിച്ചല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടിയത്? അവിടെ എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ടാണ് പ്രതിപക്ഷം പറഞ്ഞത് ഇത് പരാജയമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഇത് കണ്ട ഈ അയ്യപ്പ സംഗമം ഈ ചാനലുകളിൽ വീക്ഷിച്ച എന്നെപ്പോലുള്ള പത്രപ്രവർത്തകർ പറയുന്നത് എന്താണ്? ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ശബരിമലയ്ക്കുണ്ടായത്? ഇതുകൊണ്ട് എന്ത് ഫലമാണ് ഗവൺമെന്റിനുണ്ടായത്? ഇതുകൊണ്ട് 18 സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ഈ പറഞ്ഞ ആളുകളിൽ നിന്നുള്ള അഭിപ്രായമൊക്കെ എടുത്ത് വിശദമായി തന്നെ ആ സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ഞാൻ ശ്രീ P. ശ്യാമരാജിലേക്കും A. സജീവനിലേക്കും BJP പ്രതിനിധിയിലേക്കാണ്. P. ശ്യാമരാജ്,
ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നിങ്ങളും ഒരു സംഗമം നടത്തി ഡൽഹിയിൽ. പക്ഷേ വേണ്ട പോലെ അത് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് എന്താണ് മറുപടി? കാരണം ഉദ്ഘാടനത്തിന് അവിടെ ഇന്ദു മൽഹോത്രയാണ് ക്ഷണിച്ചത്, സുപ്രീം കോടതിയിൽ ഈ ശബരിമല വിധിയിൽ വിയോജിപ്പ് അറിയിച്ച ജഡ്ജി. പക്ഷേ അവർ എത്തിയില്ല ഉദ്ഘാടനം ചെയ്യാൻ എന്നുള്ളതാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയ വിവരം. അതൊരു കാര്യം. നിങ്ങൾ ഇതിനു ബദലായി എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ വിപുലമായൊരു പരിപാടി സംഘടിപ്പിക്കണമല്ലോ. അപ്പോൾ അത് നടന്നിട്ടില്ല. മാത്രമല്ല നിങ്ങളുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന UP മുഖ്യമന്ത്രി ഇവിടെ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്ന സന്ദേശം അയക്കുകയും ചെയ്തു. സ്മൃതി, ഇത്രയധികം നുണ പറയുന്ന, തെറ്റിദ്ധാരണ പടർത്തുന്ന, വെറുപ്പും വിദ്വേഷവും പറയുന്ന മറ്റൊരു ചാനൽ അവതാരകയെ ഞാൻ സ്മൃതിയെ പോലെ കണ്ടിട്ടില്ല. അത് നേരിട്ടിന് ദുഃഖത്തോടെ ഞാൻ പറയട്ടെ. കാരണം ഒന്ന്, നിങ്ങൾ UP മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം ഏത് സമയത്താണ് അവിടെ കലാപത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം നടത്തിയിട്ടുള്ളത്? അദ്ദേഹം ഇവിടെ വന്നാൽ എന്താണ് പ്രശ്നം? അപ്പോൾ ഇല്ലാത്ത കഥകൾ, UPയിലുള്ള ജനങ്ങൾക്ക് ഇല്ലാത്ത പരാതി റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് സ്മൃതി പറയാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങളുടെ മനസ്സിലുള്ളതോ നിങ്ങളുടെ രാഷ്ട്രീയമല്ല, നിങ്ങൾ യാഥാർത്ഥ്യമാണ് പറയേണ്ടത്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിൽ അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഡൽഹിയിലാണോ ഞങ്ങൾ വലിയ പരിപാടി അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്? ഞങ്ങൾ സംഘപരിവാർ സംഘടനകളും ശബരിമല കർമ്മസമിതിയൊക്കെ വലിയ പരിപാടി ഭക്തജന സംഗമം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മറ്റന്നാൾ 22-ാം തീയതി പന്തളത്താണെന്ന്. അത് സർക്കാരിനെതിരെ, അതല്ലെങ്കിൽ സർക്കാർ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതുകൊണ്ട് അതിനെതിരായിട്ടൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഭക്തർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സംഗമം നടത്തണം. മറ്റന്നാൾ നിങ്ങളുടെ റിപ്പോർട്ടർമാരെ അങ്ങോട്ട് അയച്ചോ, ഞാനും വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു തന്നെ തൃപ്തി അടയാം. ഇന്ന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നതുപോലെയുള്ള ആളില്ലാത്ത ഒഴിഞ്ഞ കസേരകൾ നിങ്ങൾക്ക് അവിടെ കാണേണ്ടി വരില്ല എന്ന് ഞാൻ ഈ നിമിഷം നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം സംഭവിച്ചത്? ഈ ആളില്ലാ സംഗമം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടന്നത്? ഒന്ന്, കേരളത്തിലെ ഭക്തജനങ്ങളോട് പിണറായി വിജയനും ദേവസ്വം ബോർഡും മൊത്തം പറഞ്ഞത് നുണയാണെന്ന് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് മനസ്സിലായിന്ന്. 4000 പേര്, 3500 പേര് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നത് വെറും 600-ൽ താഴെ ആളുകൾ മാത്രമാണ്. അതായത് സ്മൃതി മറ്റൊന്നുമല്ല, ഗണപതി, പമ്പ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീർ പറഞ്ഞ ആ ഒരു പരാമർശം പോലും പിൻവലിക്കാതെ പമ്പ ഗണപതിയുടെ തിരുമുറ്റത്ത് തന്നെ ഇവർ ഇത്തരം ഒരു സംഗമം നടത്തിയത് കേരളത്തിലെ ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന്. ഇവിടുത്തെ തന്ത്രിമാരെല്ലാം അബദ്ധസഞ്ചാരികളാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞത് കേരളത്തിലെ ഭക്തജനങ്ങൾ മനസ്സിലാക്കിയെന്ന്. ശബരിമല അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് സ്വരാജ് പറഞ്ഞത് കേരളത്തിലെ അയ്യപ്പ ഭക്തർ മറിഞ്ഞിട്ടില്ല എന്ന്. കേരളത്തിലെ ഭക്തകളായിട്ടുള്ള സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് പറയട്ടെ കേരളത്തിലെ സ്ത്രീകൾ പറയട്ടെന്ന്. അതിനെന്താണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ പരാമർശം ഇല്ലാതാകുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരോട് പറഞ്ഞ പരാമർശം ഇല്ലാതാകുമോ? ഞാൻ പറയട്ടെ, ഇവിടെ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത്, കുളത്തിൽ മുങ്ങി ഈറനായിട്ട് പോകുന്നത് അവിടുത്തെ പുരുഷന്മാർക്ക് കണ്ണ് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് PK ശ്രീമതിയുടെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഭക്തർ മറന്നിട്ടില്ലാന്ന്. അത് മറക്കാത്തത് കൊണ്ടാണ്, യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് ഇവർ നടത്തിയിട്ടുള്ള, സർക്കാർ നടത്തിയിട്ട് പിണറായി വിജയന്റെ ഫ്ലെക്സ് കേരളത്തിൽ മൊത്തം അടിച്ചു വെച്ച് നടത്തിയിട്ടുള്ള ഈ പരിപാടി പരിപൂർണമായിട്ട് പരാജയപ്പെട്ടത്. നോക്കൂ, ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്താ സ്മൃതി കിടക്കുന്നത്? നോക്കൂ, ഇവിടെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് നാടാകെ അടിച്ചു വെച്ച ഫ്ലെക്സുകളിൽ ആരുടെ ചിത്രമായിരുന്നു? നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. സ്വാമി അയ്യപ്പന്റെ ഒരു ചിത്രം വളരെ ഒരു വശത്തും, പിണറായി വിജയന്റെ വലിയ ചിത്രങ്ങളും അതുപോലെ വാസവന്റെ വലിയ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ പിണറായി വാസവൻ സംഗമമാണ് നടക്കുന്നതെന്ന് തോന്നും. ഇതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലെന്നേ. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിഞ്ഞതാണ് ഇന്ന് ഇത്തരത്തിലുള്ള ആൾ കുറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള കാരണം. പിന്നെ ഈ കുഞ്ഞിക്കണ്ണ സഖാവ് പറഞ്ഞ ഒരു പരാമർശത്തിന് കൂടി എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവർ അടിക്കടി ഇവരുടെ മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മതാതീതമായിട്ടുള്ള ആത്മീയതയോ. ഒന്ന്, ശബരിമല എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണെന്ന്. ക്ഷേത്രം ആരുടെ ആരാധനാ സങ്കല്പമാണ്? ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളുടെ ആരാധനാ സങ്കല്പമാണ്. ശബരിമലയ്ക്ക് ചുറ്റുമുള്ള ദേവാലയങ്ങൾ എന്തൊക്കെയാണ്? കാളകെട്ടി മഹാദേവ ക്ഷേത്രം. കാളകെട്ടി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവന്റെ കാളയെ കെട്ടിയ ആഞ്ഞിലി മരമുള്ള ക്ഷേത്രമാണെന്ന്. അവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ പശ്ചിമ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവതിയാണെന്ന്. അത് വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവതിയാണെന്ന്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവന്റെയാണെന്ന്. അതായത്
ശബരിമല അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ആരാധനാലയമാണ്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഹിന്ദു സമൂഹത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ സർവധർമ്മ സമഭാവന. ധർമ്മം എന്ന് ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്. അതായത് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണുന്ന ഹിന്ദു സംസ്കാരത്തിൻ്റെ, ഹിന്ദു വിഭാഗങ്ങളുടെ സർവധർമ്മ സമഭാവനയാണ്. അവിടെ എൻ്റെ ചിന്ത മാത്രമാണ്, എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി എന്ന വാദമില്ല. നിന്റെ വിശ്വാസം തെറ്റാണെന്നുള്ള പരാമർശവുമില്ല. എൻ്റെയും നിൻ്റേതും അടക്കമുള്ള നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാണ്. 33 കോടി ദേവതകൾക്ക് അടുത്തേക്ക് ഇനിയും കുറെ കൂടി ദേവതകൾ വന്നാലും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ നിരീശ്വരവാദികളാണെങ്കിൽ അതിൽ പോലും പ്രശ്നമില്ല, അതിലൊന്നും സംഭവിക്കാനും പോണില്ല എന്ന് പറയുന്ന സർവധർമ്മ സമഭാവനയാണ് അവിടെയുള്ളത്. അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു പരത്തുന്നത് പോലെ മതാതീതമൊന്നുമല്ല, മതാധിഷ്ഠിതം തന്നെയാണ്. പക്ഷേ അവിടെ മുഴുവൻ ആളുകൾക്കും വരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അവസാനത്തെ ഒരു പോയിന്റോടെ പറഞ്ഞോട്ടെ. ഒന്ന്, ഏകദേശം 7 കോടി രൂപയുടെ ചെലവാണ് ഇവർ അയ്യപ്പ സംഗമത്തിന് പറഞ്ഞിട്ടുള്ളത്. എന്ത് 600 പേർക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ 620 650 ഈ 620 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 1,12,000 രൂപ, 1,12,000 രൂപയുടെ ചെലവാണ് ഈ സംഗമത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയത്. എന്നിട്ട് എന്താ, ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായില്ലേ? ഇവർ ഈ ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച അന്ന് മുതൽ നമ്മൾ ചർച്ച ചെയ്തില്ലേ? ആഗോള അയ്യപ്പ സംഗമം ആളില്ല അയ്യപ്പ സംഗമമായിട്ട് സർക്കാർ മാറ്റിയില്ലേ? ഏത് ആഗോളം? എവിടെ നിന്നാണ് ആളുകൾ വന്നത്? ഈ രാജ്യത്തിന് പുറത്തു നിന്ന് വന്ന ഭക്തരെത്ര? ഈ കേരളത്തിനകത്ത് നിന്ന് വന്ന ഭക്തരെത്ര? ശബരിമലയുടെ ഇവരെന്താണ് പറഞ്ഞത്? ശബരിമലയുടെ വികസനത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ശബരിമലയുടെ ഏത് വികസനത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്? ശബരിമലയിൽ ഈ സംഗമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഒരു വികസനവും ചർച്ച ചെയ്തിട്ടില്ല. എന്തേ ശബരി റെയിൽപാതയെ കുറിച്ചിട്ട് ഇവർ ചർച്ച ചെയ്യാത്തത്? എന്തേ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളെ കുറിച്ചിട്ട് ഇവർ ചർച്ച ചെയ്യാത്തത്? എന്തേ അവിടുത്തെ പൊളിഞ്ഞു കിടക്കുന്ന ടോയ്ലറ്റുകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാത്തത്? ഇത് ചർച്ചയും നടന്നിട്ടില്ല. ഇത് വരാൻ വേണ്ടിയിട്ട് പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഈ പിണറായി വിജയന് സർക്കാരിനുണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ ഭയന്ന് നടത്തിയിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ്. ആ തട്ടിക്കൂട്ട് പരിപാടി കേരളത്തിലെ ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇന്ന് 4000-ഉം 5000-ഉം ഒക്കെ 6000-ആയിട്ട് പോയത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റന്നാൾ 22-ാം തീയതി നമുക്ക് കാണാം. അവിടെ യഥാർത്ഥ ഭക്തർ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് സംഗമം നടത്തുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളം ആളുകൾ വന്നു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കൗണ്ടറിലെ പേപ്പർ എടുത്തുന്നതാണ്. റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളുടെ ക്യാമറ അവിടെ ഉണ്ടായിരുന്നില്ലേ? കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലോ. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിലും ആ ഒഴിഞ്ഞു കിടന്ന കസേരകൾ തന്നെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇത്തരത്തിൽ ഈ ഒരു പരിപാടി പൊളിഞ്ഞ് പാളിസായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ന്യായങ്ങളുമായിട്ട് വരരുത്. നിങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ ആദ്യം ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ വേണ്ടി ശ്രമിച്ചു, അത് പൊളിഞ്ഞുപോയി. നിങ്ങൾ രാമായണം ആദ്യം എതിർത്തു, ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾ ആദ്യം എതിർത്തു. കേരളത്തിലെ ഹിന്ദു ജനങ്ങൾ മൊത്തം ശ്രീകൃഷ്ണ ജയന്തിക്കൊപ്പം വന്ന് നിന്നപ്പോൾ നിങ്ങൾ നടത്താൻ നോക്കി, അത് പൊളിഞ്ഞു. രാമായണ മാസാചരണത്തെ നിങ്ങൾ ആദ്യം എതിർത്തു, അതിനെ നിങ്ങൾ പിന്നീട് ജനങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ അത് നടത്താൻ വേണ്ടിയിട്ട് നോക്കി. ഇപ്പതാ ശബരിമല ഭക്തജന സംഗമം നടത്താൻ വേണ്ടിയിട്ട് നോക്കി, അതും പരിപൂർണമായിട്ട് ജനങ്ങളുടെ ഭക്തരുടെ വികസനം വേണം, വികസനമാണ് വേണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത് സ്മൃതി. വികസനത്തെക്കുറിച്ച് ചർച്ച വേണ്ടേ? എന്ത് വികസനത്തെക്കുറിച്ചുള്ള എന്ത് ചർച്ചയാണ് നടന്നത്? ഇവർ ജനങ്ങളോട് പറയട്ടെ, നിങ്ങളോട് മാധ്യമങ്ങളോട് ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ, മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ. അതല്ലേ ഈ 600 ഈ 3500 പേർ എന്നിവർ പറഞ്ഞു. എല്ലാ ക്യാമറകളും അവിടെ ഉണ്ടായിരുന്നു, ഓരോരുത്തരും പ്രസംഗിച്ചത് കണ്ടതാണ്. അത് മാത്രമല്ല, ഒരു സമിതിയെ രൂപീകരിച്ച് 18-അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും, അതിനനുസരിച്ച് മുന്നോട്ട് പോകും. എത്ര കോടിയുടെ വികസനം ഇതിനകം നടപ്പാക്കി, ഇനി എത്ര കോടികൾ ചെയ്യാനുണ്ട്, അതിൽ കേന്ദ്രം എത്രത്തോളം സഹകരിക്കേണ്ടതുണ്ട്, ഇതൊക്കെയൊന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്തു പറഞ്ഞു? അതിനാണ് ഈ ആളുകളെ മൊത്തം വിളിച്ചുകൊണ്ടുവന്നത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അടക്കം ക്ഷണിച്ചതാണോ പ്രശ്നം? ഇപ്പോ എന്താണ് പ്രശ്നം? എന്താണ് വന്നോട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ തുടക്കം മുതൽ ഈ അയ്യപ്പ സംഗമത്തിനോടല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ ഉദ്ദേശശുദ്ധിയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിങ്ങൾക്ക് അയോധ്യ ക്ഷേത്രം പണിയാമെങ്കിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാരും നടത്താമെന്നേ. ഇനി അങ്ങേക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. യോഗി ആദിത്യനാഥ് വർഗീയ പ്രസംഗം നടത്തിയിട്ടില്ല എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങടക്കമുള്ള BJP പ്രവർത്തകർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചിരിക്കും.
ഇനി 2-3 കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയില്ല. അവരും ഞങ്ങളും അടുത്തത് എന്താണ് ബട്ടേങ്കെ തോ കട്ടേങ്കെ, ഇഫ് വി ഡിവൈഡഡ് വി വിൽ ബി കട്ട് തുടങ്ങി കുറേ പ്രസംഗങ്ങളുണ്ട്. 34 പ്രസംഗങ്ങളെങ്കിലും കേസുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പരാതികൾ വന്നിട്ടുണ്ട്. നമ്മൾ മുന്നിൽ കാണുന്ന പ്രസംഗങ്ങൾ, നമ്മൾ കേട്ട പ്രസംഗങ്ങൾ മുന്നിലുണ്ട്. അതിൽ അങ്ങയുടെ അഭിപ്രായം എന്റെ അഭിപ്രായം വേറെ ആയിരിക്കാം. വിദ്വേഷ പ്രസംഗം നടത്താത്ത യോഗി ആദിത്യനാഥ് എന്ന് മാത്രം നമുക്ക് പറയാം. ഉത്തർപ്രദേശിലെ 60% മുസ്ലിം ഭൂരിപക്ഷമുള്ള കുന്ദർക്കി മണ്ഡലത്തില് 12 സ്ഥാനാർത്ഥികളിൽ 11 പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആയിരുന്നവർ അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടെന്നേ. ഇത് പ്രശ്നം എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ മുസ്ലിം വിഭാഗങ്ങൾക്കോ ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷങ്ങൾക്കോ ഒന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്സുകാർക്കാണ് ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അവിടെ BJP വീണ്ടും വീണ്ടും അവിടുത്തെ ക്രമസമാധാന നില വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ സ്ത്രീകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം വേറെ പരിശോധിച്ചാൽ മതി. അവിടെ ബുൾഡോസറുകളൊക്കെ വേറെ എവിടേക്കൊക്കെ ഉരുണ്ടു പോവുകയായിരിക്കും. ശരി, ശ്രീ എസ് സജീവനിലേക്ക് പോട്ടെ. ശരി, പരിശോധിക്കുകയും രാജ്യം കാണുകയൊക്കെ ചെയ്ത യാഥാർത്ഥ്യങ്ങളാണ് ശ്രീ ശ്യാംരാജ്. നിങ്ങൾ വാ സ്മൃതി, ക്യാമറയുമായിട്ട് വാ. ക്യാമറയൊക്കെ എന്തൊക്കെ കണ്ടിരിക്കുന്നു. ക്യാമറയുടെ രാജ്യം പലതും കണ്ടു കഴിഞ്ഞതല്ലേ. എന്നിട്ട് പറയും ക്യാമറയിൽ തന്നെയാണോ പ്രസംഗങ്ങൾ എടുത്തിട്ടുള്ളത്, ഒപ്പിയെടുത്തിട്ടുള്ളത്? അല്ല, സെലക്റ്റീവ് അല്ല, ഒപ്പിയെടുത്ത പ്രസംഗങ്ങൾ രാജ്യം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഒപ്പിയെടുത്തു ശ്രീ എസ് സജീവൻ, ജനങ്ങൾക്ക് ആഗോള അയ്യപ്പ സംഘം ഒരു വിജയമാണ് എന്നൊരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വിജയമാകുന്നു? അല്ല, ഇത് നമ്മൾ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അവിടെ വികസനം നടപ്പാക്കുക എന്നുള്ളതോ അല്ല ഭക്തജനങ്ങളുടെ മുഴുവൻ പിന്തുണ നേടുക എന്നുള്ളതല്ല. ഇതിൽ എതിർക്കുന്നവർക്കാണെങ്കിലും അനുകൂലിക്കുന്നവർക്കാണെങ്കിലും നടത്തിയവർക്കാണെങ്കിലും നടത്തുന്നവനെതിരെ തിരിയുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ രാഷ്ട്രീയമാണുള്ളത്. ഇപ്പോൾ ഇവിടെ കണ്ട വികാരപ്രകടനങ്ങളും രോഷപ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഇതിലൊരു നേട്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1033 കോടി രൂപ അതുണ്ടാക്കുന്ന ഒരു ചലനം. കാരണം ശബരിമലയിൽ നേരത്തെ എന്തായാലും ഇപ്പോൾ കുഞ്ഞുകണ്ണൻ സമ്മതിക്കുമെന്നറിയില്ല, എന്തായാലും കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അവർ നേരിട്ടതാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധി, വലിയ പ്രതിഷേധങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് അവിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചാണെങ്കിൽ പോലും സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KT പറഞ്ഞൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ട് എങ്കിൽ അത് നടപ്പാക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ യാക്കോബായ മലങ്കര പ്രശ്നത്തിൽ അത് പെട്ടെന്ന് നടപ്പാക്കിയില്ല. ചില സാമുദായിക പ്രശ്നങ്ങളിൽ അത് നടപ്പാക്കുമ്പോൾ കുറച്ച് അവധാനത സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളൊരു വീഴ്ച അന്നുണ്ടായിരുന്നു. അത് ഏൽപ്പിച്ച പ്രഹരം, അത് ഏൽപ്പിച്ച പരിക്ക്, അത് പരിഹരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ സംഗമം നടത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ഇപ്പോൾ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യമാണെങ്കിൽ എത്ര പേര് പങ്കെടുത്താലും, ഈ പറയുന്ന 600 ചില്ലുവാൻ ആളുകളാണെങ്കിലും 5000 ചില്ലുവാൻ ആളുകളാണെങ്കിലും എത്ര പേർ പങ്കെടുത്താലും അതൊന്നുമല്ല വേണ്ടത്. അതിന് ശരിക്കും വികസന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സ്വാഭാവികമായിട്ടും വേണ്ടത് അവിടെ പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. അവരാണ് തയ്യാറാക്കേണ്ടത്. അതിപ്പോൾ ഏതാണ് സർക്കാരിൻ്റെ അടുത്തുള്ളതുമാണ്. അപ്പോൾ ഇത് വികസന പ്രവർത്തനത്തിൻ്റെ കാര്യമല്ല, പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ശബരിമലയ്ക്കെതിരില്ല. അത് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭക്തർക്കെതിരില്ല, ഭക്തർക്കൊപ്പമാണെന്നൊക്കെ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് അത് പരിഹരിക്കാൻ തന്നെയാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനൊരു കാര്യം വെച്ചത് സ്വാഭാവികമായിട്ടും സർക്കാരിന് അക്കാര്യത്തിൽ ഒരു വളരെ കടുത്ത ഒരു എതിർപ്പ് ഉണ്ടാകാൻ, ഇപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലൊക്കെ തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ ഒരു പ്രിക്കോഷനാണ് ഉള്ളത്. അത് സ്വാഭാവികമായിട്ട് അത് ഈ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് എതിരാവാതിരിക്കാൻ. അതുകൊണ്ടാണ് എന്തിനാണ് വെള്ളാപ്പള്ളിയെ കൂട്ടിയത് എന്ന് നമുക്കറിയാമല്ലോ. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തികഞ്ഞ സാമുദായികവാദിയാണ്, തികഞ്ഞ മതവിദ്വേഷിയാണ് എന്നതിലൊന്നും എനിക്ക് സംശയമില്ല. അങ്ങനെ പക്ഷേ ഒരാളെ കൂട്ടിയത് അദ്ദേഹത്തോടൊപ്പമുള്ള SNDP യോഗം എന്ന് പറയുന്ന സംഘടന അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ മാറി
കളിക്കും. അപ്പോൾ അത് പോവാതിരിക്കാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു, അതിന് നേട്ടമുണ്ടായിട്ടുണ്ട്, അതിനുള്ള സംശയമില്ല. അത് ഇന്നത്തെ ഈ പരിപാടി സത്യത്തിൽ ആളുകൾക്കിടയിലേക്ക് ഇതാ സർക്കാർ ശബരിമലയ്ക്കെതിരല്ല എന്ന ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അതിനെ മറികടക്കാൻ സത്യത്തിൽ BJP ചെയ്യുന്നൊരു കാര്യം ശരിയാണ്. BJPക്കാർ 2 ദിവസം കഴിഞ്ഞിട്ടൂടെ പന്തളത്ത് ഇതേപോലെ ഒരു സംഗമം നടത്തും. അപ്പോൾ ഈ പറഞ്ഞുള്ളത് ഞങ്ങൾ ഈ പറയുന്ന സംഗമത്തിനെതിരായിട്ടുള്ളതല്ല, അതിലൂടെ പ്രതിഷേധമായിട്ടല്ല എന്നാണ്. സത്യത്തിൽ പ്രതിഷേധമാണെന്ന് നമുക്കറിയാം. അവിടെ ശബരിമല സംരക്ഷണ സംഗമമാണ് നടത്താൻ പോകുന്നത്. ശബരിമല ആദ്യം ബദൽ സംഗമം എന്നാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് അവർ മാറ്റി പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമല്ലെന്ന് കാണിക്കാനാണ്. പക്ഷേ എന്തായാലും അതാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ എത്ര പേരെ കൂട്ടിക്കോട്ടെ, അവർക്ക് പറ്റും. ഈ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആളെ കൂട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ, അത് ചെയ്യും. പക്ഷേ അതിനെ മറികടക്കാനാണ് അവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP മുഖ്യമന്ത്രിയെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് തന്നെ ഇവരാദ്യം ക്ഷണിച്ചു, അദ്ദേഹം കത്തയച്ചു എന്ന് അറിഞ്ഞിട്ടാണ് അതിന് പകരമായിട്ട് ഇവിടെ കൊണ്ടുവരും. അദ്ദേഹം ഇവിടെ വരുന്നില്ല, അപ്പം മറ്റിടത്തേക്ക് വരുന്നു. അതിനെ മറികടക്കാനാണ് ഇപ്പോൾ വാസവൻ ഇത് വായിച്ചത്. വാസവൻ യോഗി ആദിത്യനാഥിനോടുള്ള പ്രേമം കൊണ്ടോ BJPയോടുള്ള പ്രേമം കൊണ്ടോ ഒന്നുമില്ല അത് വായിച്ചു. അത് ഒരു രാഷ്ട്രീയ താല്പര്യം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആ യോഗി ആദിത്യനാഥിന്റെ കത്ത് അതൊരു മനോഹരമായ സന്ദേശം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി വായിക്കുമ്പോൾ സാധാരണ ജനം അതിനെ എങ്ങനെയാണ് എടുക്കേണ്ടത്? BJPയെ തോൽപ്പിക്കാൻ ഞങ്ങളിതാ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നു എന്ന രൂപത്തിലാണോ? അതാണോ യഥാർത്ഥത്തിൽ ഇവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, അതാണ് അല്ല അവരുദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു തിരിച്ചടി വേറെയുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പം ശബരിമലയുടെ അയ്യപ്പ സംഗമം നടത്തേണ്ട കാര്യം സർക്കാരിനില്ല. നമുക്കിവിടെ ഒരു ആദ്യത്തെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം അന്നത്തെ പ്രസിഡന്റ്, അന്നത്തെ രാഷ്ട്രപതി എന്താണ് ഈ സമ്മേളനത്തിൽ ഈ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പോകരുതെന്ന് വിലക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. പോയി എന്നുള്ള കാര്യം വേറെ. അതേപോലെ ഉള്ളൊരു രാഷ്ട്രീയക്കാർ, അന്ന് നെഹ്റു പറഞ്ഞ കാര്യം ഇതാണ്, രാഷ്ട്രീയക്കാർ ഈ സാമുദായിക കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഇടപെടാൻ പാടില്ല. അതാണ് സത്യത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ചെയ്യേണ്ടത്. മതേതര പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. മതങ്ങളോട് അവർക്ക് എതിർപ്പുണ്ടാവണമെന്നില്ല, അയ്യപ്പന്മാരോട് വിരോധമുണ്ടാവണമെന്നില്ല. പക്ഷേ അവരിത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അതൊക്കെ ഉണ്ടാക്കാവുന്നൊരു തിരിച്ചടിയുടെ കാര്യം വേറെയുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ BJP ഒരു തരത്തിൽ അതിനെ മറികടക്കാനും സംഗമം നടത്തുന്നു. കോൺഗ്രസ്സുകാർക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവർ അക്കമിട്ടുകൊണ്ട് കുറിയിട്ടത് എന്തിനാണ്, ചന്ദനം വരച്ചത് എന്തിനാണ്, അവിടെ അയ്യപ്പനെ സ്തുതിച്ച് പാടിയത് എന്തിനാണ് ഭജന നടത്തിയത് തുടങ്ങിയിട്ട് അങ്ങനെ പറയുമ്പോൾ അത് CPM നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി നടത്തിയിട്ടുള്ള ഈ സംഗമത്തെ നേരിടാൻ സത്യത്തിൽ കഴിയാതെ പോയത് കോൺഗ്രസ്സുകാർക്കാണ്, UDFകാർക്കാണ്. എന്തായാലും ലീഗുകാർ അതിന് തയ്യാറാവില്ല, ബാക്കിയുള്ള ആൾക്കാണ്. ഈ രണ്ട് പ്രത്യേക വിഭാഗം, BJP ആണെങ്കിലും LDF ആണെങ്കിലും അവർ കൃത്യമായിട്ട് ഇതിൽ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ എവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അത് പിന്നീട് കാലം കാണിച്ചു തരേണ്ട കാര്യമാണ്. അത് നമുക്ക് കാത്തിരിക്കാം. ചർച്ചയിലേക്ക് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി പറയുകയാണ്. അതിന് പറയുന്നത് 2 തവണ, ഇതിപ്പോൾ തന്നെ 2ാമത്തെ തവണയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഭക്തനാണ്, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഭക്തർ തന്നെയാണ്, അവിടെ വന്നു പോകാറുള്ളവരാണ് എന്നുകൂടി പറയുകയാണ്. അതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്മൃതി, ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ഒരേപോലെ ഒരു നെറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അയ്യപ്പ സംഗമത്തിൽ 600 ചില്ലാൻ ആളെ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളത്. അത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു വിദ്യയാണ്. യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമത്തിൽ 40 കൗണ്ടറുകളായിട്ട് 4126 പേരുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. ഈ അയ്യപ്പ സംഗമത്തിൽ 15ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള 182 പേർ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2125 പേർ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 1819 പേർ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ സംഘടനകളെ പ്രതികരിച്ച്. ഏതൊക്കെ സംഘടനകളായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്?
കേരളത്തിലെ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതത്തിലെ വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നത് NSS, SNDP, പുലയ മഹാസഭ, അതേപോലെ തന്നെ അരയസഭ തുടങ്ങിയിട്ടുള്ള വിവിധ സമുദായ സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ സമ്മേളനം അതിൻ്റെ സംഘാടകർ എങ്ങനെയാണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ വിജയിക്കുകയാണ് ചെയ്തത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ എന്താണ് ഒഴിഞ്ഞ കസേര രജിസ്റ്റർ ചെയ്ത കണക്കല്ല വന്നോ, ആ രജിസ്റ്റർ ചെയ്തവരെല്ലാം വന്നോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയല്ല എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തവർ സ്മൃതി ഞാൻ പറയട്ടെ, ഇതാ ഈ ഫോട്ടോ കാണുമെന്ന് എനിക്കറിയില്ല. ഈ ഫോട്ടോ സ്മൃതി മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ വേദിയാണ്. കാണാൻ പറ്റുമോ? അല്ലല്ല, ശരി, ഉദ്ഘാടന പ്രസംഗത്തിൽ ആളുണ്ടായിരുന്നു. ഫോട്ടോ നോക്കുക, സ്മൃതിയുടെ ക്യാമറയിൽ ഉണ്ടാവുമല്ലോ. അതൊക്കെയുണ്ട്. 5000 കസേരകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്മൃതിക്ക് സ്മൃതി ഇത് തർക്കത്തിന്റെ പ്രശ്നമല്ല. സ്മൃതിയുടെ കമ്പ്യൂട്ടർ ഇതൊക്കെ പരിശോധിക്കാം. അവിടെ 5000 കസേര ഇട്ടിരുന്നു. ആ 5000 കസേരകളും നിറഞ്ഞ് പുറത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഉദ്ഘാടന പ്രസംഗം. സ്മൃതി എന്ന് പറഞ്ഞേ, സ്മൃതിയുടെ റിപ്പോർട്ടർ തന്നെ ഉദ്ഘാടന സമയത്തെ ഓഡിയൻസിനെ പ്രക്ഷേപണം ചെയ്തിട്ടില്ലേ, കാണിച്ചിട്ടില്ലേ? ആ ദൃശ്യങ്ങളൊന്നും നോക്കൂ നിങ്ങൾ. ആളുകൾ നിറഞ്ഞു 600 ഡിസ്കഷനും ഭക്ഷണത്തിനും പിരിഞ്ഞപ്പോഴുള്ള ഫോട്ടോ എടുത്തിട്ട് ആ ദൃശ്യങ്ങൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ചിലർ പറയുന്നു, അതിനെ ശരിവെക്കുന്നു പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. രജിസ്റ്റർ ചെയ്ത എല്ലാവരും വന്നോ? രജിസ്റ്റർ ചെയ്ത എല്ലാവരും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരും എത്തിയോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വിഷ്വൽസ് കാണാമോ? ഒഴിഞ്ഞ കസേരകൾ കാണാം. ഒഴിഞ്ഞ കസേരകൾ ഈ വിഷ്വൽസ് ആളുകൾ ഭക്ഷണത്തിനും പാനൽ ഡിസ്കഷനും പിരിയുന്ന സമയത്തുള്ള മുഖ്യമന്ത്രി ഇല്ല ആളുകൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സമ്മേളനത്തിന്റെ ഒരു പ്രധാന സെക്ഷൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, പ്രധാന സെക്ഷൻ കഴിയുമ്പോൾ കുറച്ചുപേര് പോയിട്ട് ചായ കുടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ സംസാരിക്കുകയോ ചെയ്യും. നോക്കൂ, സ്ക്രീനിൽ അതാ CM സംസാരിക്കുന്നു, അതാ ഒഴിഞ്ഞ കസേരകൾ. ഒഴിഞ്ഞ കസേരകൾ എന്താണ്? ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ആ ഉദ്ഘാടനത്തിന്റെ സെഷൻ ആരംഭിക്കും. മണിക്കൂറുകളിലേറെ നീണ്ടു നിന്ന ഉദ്ഘാടന സെക്ഷനാണ്. ആ സെക്ഷന്റെ സമയത്ത് സ്മൃതിക്കറിയാമല്ലോ ആ സമ്മേളനം തുടങ്ങുന്ന സ്വാഗത പ്രസംഗ സമയം എടുക്ക്. അതിന്റെ വെൽക്കം സ്പീച്ച് പ്രശാന്ത് സംസാരിക്കുന്ന സമയം തൊട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം തുടങ്ങുന്നത് നിങ്ങൾ എടുക്ക്. ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രതിനിധികളാണ്, വിവിധ സമുദായ സംഘടനകളുടെ പ്രതിനിധികളാണ്. ഈ സമ്മേളനം എന്താണോ ലക്ഷ്യം വെച്ചത് അതിനനുസൃതമായ ഒരു പ്രാതിഥ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രാതിഥ്യത്തെ ഒന്നും കുറച്ച് കാണിച്ചിട്ട് ഈ മഹാസംഗമത്തിൻ്റെ ഇത് മുന്നോട്ട് വെച്ച ഒരു വലിയ ലക്ഷ്യത്തെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കാനോ അത് പൊളിഞ്ഞു പോയി എന്ന് വെക്കാനോ പറ്റില്ല. ഇവിടെ BJPക്ക് കളമൊരുക്കി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ എന്താണെന്ന് അറിയില്ല. ആ വലിയ ലക്ഷ്യത്തിന് ഉദ്ദേശിച്ച വിളിച്ചത്ര ആളുണ്ടോ എന്നുള്ളതാണ് കസേരകൾ കാണിച്ചു തരുന്നത്. കസേരകളിൽ അത്രയില്ല. ഞങ്ങളുടേത് മാത്രമല്ലത്, അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. സ്മൃതി ഇത്തരത്തിലുള്ള അബദ്ധ മാധ്യമ പ്രവർത്തനവും നടത്തി CPM-നെയും ഇടതുപക്ഷത്തെയും ഈ കേരള സർക്കാരിനെയൊക്കെ താറടിച്ച് കാണിക്കാമെന്ന് ചിന്തിക്കേണ്ട. 2019 ഇതിനേക്കാൾ വലിയ ക്യാമ്പയിനുകളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. ആ ക്യാമ്പയിന് ശേഷം 2021 എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല എന്ന് നിങ്ങളെല്ലാം വിശകലനം ചെയ്ത് വളരെ വൈദഗ്ധ്യത്തോടു കൂടി സംസാരിച്ചവരാ. പക്ഷേ 2021 ഇടതുപക്ഷം അധികാരത്തിൽ വന്നല്ലോ. സ്മൃതി മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രതികരിച്ചിട്ടുള്ള ഒരു വക്താവ് നിലക്കാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണ്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ജനങ്ങളുടെ ബോധത്തെ എങ്ങനെ ഉയർത്താം, ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്താം, ജനങ്ങളെ അകറ്റുന്നവരല്ല ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ എങ്ങനെ ബോധം ഉയർത്താം. അത് നവോത്ഥാനമല്ല. ഈ മാറിയ കാലത്ത് എന്ന് നിങ്ങളുടെ പ്രയോഗമാണ്. ഈ മാറിയ കാലത്ത് നവോത്ഥാനമല്ല ഇപ്പോൾ നടപ്പാക്കേണ്ടത്, ആചാര സംരക്ഷണമാണ്. അതിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണെങ്കിൽ അങ്ങനെ തുറന്നു പറയൂ. എൻ്റെ സ്മൃതി ഇങ്ങനെ അബദ്ധം പറഞ്ഞിട്ട് സ്മൃതിക്ക് CPM-നോട് ഇടതുപക്ഷ ഗവൺമെന്റ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടല്ല. സ്മൃതി എന്താണ് സംസാരിക്കാൻ അനുവദിക്കാത്തത്? സ്മൃതിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിനോട് വിദ്വേഷം ഉണ്ടാകാം. സ്മൃതി മനസ്സിലാക്കേണ്ടത് മാറിയ കാലം എന്ന് പറയുന്നത് സംഘപരിവാർ
ആരാധനാലയങ്ങളെയും വിശ്വാസികളെയും എല്ലാം തന്നെ അവരുടെ വർഗീയ അജണ്ടയിലേക്ക് കൊണ്ടുപോകുന്ന കാലമാണ്. അത്തരമൊരു കാലത്ത് മതാതീതമായ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ അധിഷ്ഠിതമല്ല. ശബരിമല ദൈവസങ്കല്പം, അയ്യപ്പസങ്കല്പം, എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളും ഉൾക്കൊള്ളുകയാണ്. ഇവിടെ ശ്യാംരാജ് പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഹിന്ദു ദേവക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണ്? ദളിതന്, പിന്നോക്കക്കാരന് കയറാൻ പറ്റുമോ? ഇവിടെ വൈക്കക്ഷേത്രം തൊട്ട് ഗുരുവായൂർ ക്ഷേത്രം വരെയുള്ള ഈ ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതത്തിൽപ്പെട്ട അധസ്ഥിത വിഭാഗങ്ങൾക്ക് കയറാൻ ചോര ചിന്തി സമരം ചെയ്തിട്ടുണ്ട്. വൈക്കത്ത് വേലിത്തമ്പി ദളവയുടെ പട്ടാളമുണ്ടല്ലോ, 100 കണക്കിന് വരുന്ന യുവാക്കളുടെ, പിന്നോക്ക ജാതിയിൽപ്പെട്ട യുവാക്കളുടെ തലയറത്തിട്ടുണ്ട്. ആ അറത്തിട്ട കബന്ധങ്ങൾ കുടിച്ചുമൂടിയിരിക്കുകയാണ് വൈക്കത്തെ ഇപ്പോഴത്തെ KSRTC ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന സ്ഥലത്ത്. അങ്ങനെ ഒരു ദളവാക്കുളമുണ്ട്. അപ്പൊ പാവപ്പെട്ട അധസ്ഥിതരായ പിന്നോക്കക്കാരായ ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കാതിരുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ശബരിമലയെ നോക്കുന്നത്. അവിടെ ആർക്കും വിവേചനയില്ല. വിശ്വാസികളായ ഏത് മതത്തിൽപ്പെട്ട ആളുകൾ അവിടെയാണ് പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ചിട്ടുള്ളത്. ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ നവോത്ഥാനം നടപ്പാക്കിയിട്ടുള്ളത് എന്ന്. ഒറ്റ കാര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം കേട്ടി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് പെട്ടെന്ന് രോഷാകുലനായത് മനസ്സിലായില്ല. എന്താണ് പറയുന്നത്? പിണറായി വിജയൻ ഇല്ല സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതിക്ക് എന്താണ്, പിണറായി വിജയൻ എന്താണ്, നവോത്ഥാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആചാര സംരക്ഷണത്തിന് പോയി. ആചാരവും വിശ്വാസവും ഒരു ജനതയുടെ സെന്റിമെന്റ്സ് ആണ്. ആ സെന്റിമെന്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇടപെടണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിന് ഞാനല്ലോ മറുപടി പറയണ്ടേ? അയാളോട് ചോദിക്കും പിണറായി വിജയൻ ആരാണെന്ന് സ്മൃതിക്കറിയാം. അത് വെള്ളാപ്പള്ളി അങ്ങനെ എന്തൊക്കെ പറയുന്നു, അതിന്റെ ഉത്തരവാദിത്വം മറുപടി പറയാൻ വന്നിരിക്കുന്ന ആളാണ് ഞങ്ങള്. പിണറായി വിജയൻ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അയാൾ കേരളത്തിലെ അത് സ്മൃതിയുടെ കുറുബുദ്ധിയും എന്താണ് കുയുക്തിയുമാണ് ആ ചോദ്യം. സ്മൃതി ഇത്തരത്തിലുള്ള കുറുബുദ്ധിയിൽ നിന്ന് അത്തരം കുയുക്തികൾ ഉപയോഗിക്കേണ്ട. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ സംഘടനയുടെ ചരിത്രപരമായി വളരെ പ്രസക്തിയുള്ള അതിന്റെ വക്താവാണ്. ആ രീതിയിലാണ് സ്മൃതി മനസ്സിലാക്കേണ്ടത്. അതിന്റെ വക്താവ് എന്ന നിലക്കാണ്, അതിന്റെ പ്രകൃതി എന്ന നിലക്കാണ് അദ്ദേഹം അവിടെ വരുന്നത്. അതെ, അദ്ദേഹം പക്ഷേ എന്റെ വായിൽ കയറുന്നത്, എന്റെ വായിൽ കയറുകയാണോ സ്മൃതി? സ്മൃതി SNDP-യുടെ പ്രതിനിധിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഞങ്ങള് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ശരി, അപ്പൊ സ്മൃതി എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്മൃതിക്ക് എന്താണ് ചർച്ചയുടെ ലക്ഷ്യം? പിണറായി വിജയനെ അങ്ങോട്ട് ഡീക്രെഡിറ്റ് ചെയ്യാനാണോ? പിണറായി വിജയനെ ഡീക്രെഡിറ്റ് ചെയ്യാനാണോ ഈ ചർച്ച? പക്ഷേ താങ്കൾ ഒരു അവതാരികയാണ്, താങ്കൾ ഒരു ഏങ്കറാണ്. ഏങ്കർ എന്ന നിലക്കുള്ള വളരെ മിതമായ രീതിയിലുള്ള ചില ജനാധിപത്യ സമീപനം നിങ്ങൾക്കുണ്ടാവണം. താങ്കൾ വേണമെങ്കിൽ എന്താണ് ഒരു തീവ്ര ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ തീവ്ര കോൺഗ്രസിന്റെയോ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പം മറുപടി ഞാൻ പറയാം. പക്ഷെ ഒരു ഏങ്കർ എന്ന നിലക്ക് നിഷ്പക്ഷമായ ഒരു സമീപനം വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ടാവും. പക്ഷെ ഒരു ഏങ്കർ എന്ന നിലക്ക് നിങ്ങൾ ജനാധിപത്യപരമായ ചില സമീപനം സ്വീകരിക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ സ്മൃതി എപ്പോഴും എൻ്റെ വായിൽ കയറുന്നത് എന്താണ്? അതെന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ പ്രതിനിധി നിലക്കാണ് അവിടെ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ശബരിമല വിശ്വാസിയും ഭക്തനും അതേപോലെ തന്നെ 2 പ്രാവശ്യം ശബരിമലയിൽ പോയ ആളാണോ പിണറായി വിജയൻ? ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലക്ക് പിണറായി വിജയന്റെ ദീർഘമായ ജീവിതം, ദശകങ്ങൾ നീണ്ടുന്ന സാമൂഹ്യ ജീവിതം അറിയാവുന്ന ആളല്ലേ സ്മൃതിക്ക് അടുത്തറിയാവുന്ന ആളല്ലേ സ്മൃതി? അങ്ങനെ അറിയാവുന്ന ഒരാള് വെള്ളാപ്പള്ളിയെ ഉദ്ധരിച്ച് പിണറായി വിജയൻ ഇതൊക്കെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ ആ കുയുക്തിയാണ് ഞാൻ ഇത്ര രോഷപൂർവ്വം വിമർശിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ശ്രീ സജീവൻ, സർക്കാർ ഉദ്ദേശിച്ച ഫലം ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലഭിക്കുമോ? സർക്കാർ ഉദ്ദേശിച്ച മുഴുവൻ ഫലവും ലഭിക്കില്ലെങ്കിൽ പോലും സർക്കാരിന് നേട്ടമാണ് ഉണ്ടാക്കുന്നത്. കാരണം ജനങ്ങൾക്കിടയിലേക്ക് തങ്ങൾ അയ്യപ്പ വിരോധികളല്ല, അയ്യപ്പ ഭക്തന്മാരുടെ വിരോധികളല്ല, ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയാം. ഇതിനെ ആൾ കുറഞ്ഞു കൂടി എന്നൊക്കെ പറഞ്ഞതായാൽ പോലും കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് BJP-യുടെ ഈ സംഗമം നടക്കുമ്പോഴും അവിടെയും ചർച്ച ഇതായിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ ചർച്ച ഉണ്ടാക്കുക, ഒരു വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ നേട്ടം സ്വാഭാവികമായിട്ടും സർക്കാരിന് കുറേയൊക്കെ ഉണ്ടാകും. പ്രതീക്ഷിച്ച നേട്ടം മൊത്തം ഹിന്ദുക്കളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയേക്കാം എന്നാൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നടക്കില്ല. എന്തായാലും
വികസനമല്ല, രാഷ്ട്രീയമാണ് ഇതിൽ സർക്കാർ ലക്ഷ്യം വെച്ചത്. അതിൽ കുറേയൊക്കെ നേട്ടം അവർക്കുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, സമയം അവസാനിക്കുകയാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം നൽകിയത്. കാരണം ബാക്കിയുള്ളവർ അങ്ങയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരല്ല എന്നുള്ളത് കൊണ്ട്. അങ്ങയുടെ രോഷം ചർച്ചയുടെ ഒരു സ്വാഭാവികമായ ഭാഗമായി നടന്നാണ് ഞാൻ വിചാരിക്കുന്നു. അങ്ങേക്ക് ആവശ്യത്തിന് സമയം നൽകിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലേ കെ ടി? പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഇത്തരം ചർച്ചകളിൽ നമ്മൾ പാലിക്കുന്ന ഒരു ജനാധിപത്യ പ്രശ്നമുണ്ട്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളം വലിയ രീതിയിൽ കത്തിച്ചൊരു ആ ചരിത്രത്തിലേക്ക് ഇത് ശരിയല്ല. ഇത് 2-3 തവണ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കലും വീണ്ടും 3-ാമതും കൂടെ അവസരം കൊടുക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല. അദ്ദേഹം രോഷം കൊണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്. വിളിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടി സമയം തരാം. അതുകൊണ്ടാണ് ഞാനും കൊള്ളാന്ന്. ഞങ്ങൾ വെറുതെ ഇരിക്കുന്നതാണ് പ്രശ്നം. സ്മൃതി, നമ്മൾ നിശബ്ദരായിട്ടിരിക്കുന്നതാണ് പ്രശ്നം. ഞാൻ രോഷം കൊള്ളാം, നിങ്ങൾ കൂടുതൽ സമയം തരും. അങ്ങനെ ചെയ്യരുത്. അതായിക്കോട്ടെ, അതിനെപ്പോഴും എങ്കിൽ പിന്നെ അദ്ദേഹത്തെ മാത്രം വിളിച്ചാൽ പോരാ സ്മൃതി. എങ്കിൽ അവരെ മാത്രം വിളിച്ചാൽ പ്രധാനപ്പെട്ട അവസാനിപ്പിക്കാം. ഒന്ന് കുഞ്ഞിക്കണ്ണൻ അല്ല പറയട്ടെ. ഇവിടെ അധസ്ഥിത വർഗത്തെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ശബരിമലയിലെ 18 മലകളിലും വസിച്ചിരുന്ന 1949 വരെ മകരവിളക്ക് കത്തിച്ചിരുന്ന മലയര വിഭാഗം എന്നിവിടെ ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല. എന്താ കാരണം എന്നറിയോ? അവർക്ക് ആ അവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ വർഷങ്ങളായിട്ട് അവർ സമരം ചെയ്തിട്ട് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ ദേവസ്വം ബോർഡ് കമ്മ്യൂണിസ്റ്റുകൾ അതിന് തയ്യാറായിട്ടില്ല. അതിന് തൊട്ടടുത്തിന് ഒരു വള്ളിയാങ്കാവ് ദേവീക്ഷേത്രമുണ്ട്. വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഉടമസ്ഥനായിരുന്ന കോന്തി കോന്തി എന്ന് പറയുന്ന അവിടുത്തെ സ്വാമിയെ, കോന്തി സ്വാമിയുടെ കയ്യിൽ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു. എന്തിനാണെന്നറിയാം? വള്ളിയാങ്കാവിലേക്ക് ഇല്ലെന്ന്, പങ്കെടുത്തിട്ടില്ല, ആരും പങ്കെടുത്തിട്ടില്ല എന്ന് അവർക്ക് അവകാശം കൊടുക്കുന്നു. അവകാശം കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ഇവരുടെ കയ്യിലല്ലേ മലയാള വിഭാഗങ്ങൾക്ക് മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം ഇവർ കൊടുക്കോ? മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം ഇവർ കൊടുക്കോ? ശരി, 49 വരെ മകരവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവകാശം കൊടുക്കുക. സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, എൻ ശ്രീകുമാർ, പി ശ്യാംരാജ്, എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.